തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം 11 സെന്റിൽ 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഇതുപോലത്തെ ഒരു വീട് ഞാൻ ഈ പറയുന്നൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഒരു കാരണവശാലും കിട്ടാൻ പോണില്ല കേട്ടോ. അതൊരു ചലഞ്ചാണ്. ഈ വീട് വന്നിട്ട് ഏകദേശം ഒരു 15-16 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. പക്ഷേ വീട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ നോക്കി ഈ നിൽക്കുന്നത് നമ്മുടെ ഒരു കോമൺ ഏരിയയാണ്. അതായത് ഡൈനിങ് സ്പേസ് ആണ്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ്. ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ ബാക്ക്വേർഡാണ് ഇന്ന് വീഡിയോ പിടിച്ചത് കേട്ടോ. ഞാൻ വീടിപ്പം കാണിച്ചു തരാം. വീട് ഇപ്പം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമാണ്. മെഡിക്കൽ കോളേജ് ആണെങ്കിൽ RCC വഴി നമുക്ക് ഇങ്ങോട്ട് ഈ അകത്തേക്ക് വരാം. അതായത് RCC കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും റോഡ് ഇങ്ങനെ ഇടത്തോട്ട് തിരിയും. ആ റോഡ് താഴേക്ക് വരുമ്പോൾ കിംസിൽ നിന്നൊക്കെ വരുന്ന ഒരു റോഡുമായിട്ട് ജോയിൻ ആവും കേട്ടോ. ആ ഒരു ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. ശരിക്കും ഈ പ്രോപ്പർട്ടിക്ക് 2 റോഡ് ഫ്രണ്ടേജ് ആണ്. നമുക്ക് ഞാൻ പറഞ്ഞ ആ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് ശരിക്കും ഈ വീടിൻ്റെ ബാക്ക് വശമാണ്. അതങ്ങനെ വരാൻ കാരണം വീട് വന്നിട്ട് കിഴക്ക് ദർശനമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്കാക്കി നമുക്ക് ഇപ്പുറത്തെ വശത്ത് നല്ല വലിയ വീതിയുള്ള റോഡ് തന്നെ ആ റോഡിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞു വരും. ജസ്റ്റ് ഈ വീടിൻ്റെ അപ്പുറത്തൂടെ തന്നെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ഒരു റോഡ് ഫ്രണ്ടേജും കൂടെ പ്രോപ്പർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നോക്കുകയാണെങ്കിൽ വീട് ഇത്തിരി ഒന്ന് പഴക്കം തോന്നിക്കുന്നത് ഇതുവരെയും വീട് പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. വീട് ചെയ്ത സമയത്തുള്ള പെയിൻറ്റ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് നീറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുത്തൻ കണ്ടീഷനിലേക്കാവും. ഇൻറ്റീരിയറൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു 5 വർഷം പോലും പഴക്കം തോന്നിക്കത്തില്ല. ആ രീതിയിലാണ് വീടിൻ്റെ ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടോട്ടലായിട്ട് 5 ബെഡ്റൂംസ് ഉണ്ട്. കിച്ചണൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആണ്. നമുക്ക് കിച്ചൺ, പിന്നെ അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റോറേജ്, ലോണ്ടറിക്ക് വേണ്ടി അതായത് വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതാ ഈ മുൻവശത്തുള്ള കാർ പാർക്കിംഗ് പോലെ തന്നെ പിൻവശത്തും നമുക്കൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അത് പിൻവശത്തുള്ള ആ വഴിയിൽ നിന്ന് നമുക്ക് ആ കാർ പാർക്കിങ്ങിലേക്ക് വണ്ടി കയറ്റാൻ സാധിക്കും. അപ്പോൾ വീടിന് ചുറ്റും നല്ല രീതിയിൽ സ്ഥലം വേണം. വീടിനകത്തും വളരെ ഓടിക്കളിക്കാനുള്ള സ്ഥലം വേണം. പക്ഷേ ബഡ്ജറ്റ് ഒരു 1.25 കോടി രൂപയെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ്. കാരണം ഇതുപോലൊരു പ്രോപ്പർട്ടി ഇഷ്ടികയിൽ നിർമ്മിച്ച വീടൊക്കെ ഈ ഒരു ചുറ്റുവട്ടത്ത് ഈ വിലയ്ക്ക് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ വില കണക്കാക്കുമ്പോൾ തന്നെ നമുക്കിവിടെ എങ്ങനെയായാലും പെർ സെൻറ്റ് 13-14 ലക്ഷം രൂപ വിലയുണ്ട്. അപ്പോൾ ഏകദേശം സ്ഥലത്തിൻ്റെ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ വലിയൊരു വീടടക്കം സ്വന്തമാക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നമുക്കിതിനകത്ത് 5 ബെഡ്റൂമിൽ 4 എണ്ണം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഒരു റൂം വന്നിട്ട് കുറച്ചുകൂടെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് 2 ബാൽക്കണി സ്പേസും ഉണ്ട്. ഈ മുൻവശത്തും ഉണ്ട്, അപ്പുറത്തെ സൈഡിലേക്കും ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട്. മിസ്സാക്കണ്ട, നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും.